ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവരും അവിടെ ഇരിക്കുന്നവരും എന്നെ സംബന്ധിച്ച് ഏറ്റക്കുറച്ചിലുകളില്ല. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ബഹുമാനരും ആദരണീയരുമാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരിക്കൽ കൂടി ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാർ നമ്മുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കും എന്നുള്ള അമിതമായ വിശ്വാസവും പ്രതീക്ഷയും എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കുമുണ്ട്. നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാം എന്നൊരു ധൈര്യവും നമുക്കെല്ലാവർക്കും വന്നുകൂടിയിട്ടുമുണ്ട്. പക്ഷെ അമിതമായ ആ ഒരു ധൈര്യം നമ്മളെ ഉറക്കിക്കിടത്തരുത് എന്നൊരു വിനീതമായ അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മളെല്ലാവരും 50,000, 25,000, 40,000 ഒക്കെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. അതൊക്കെ ആളുകൾ ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോടുള്ള താല്പര്യം കൊണ്ടോ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ടോ പറയുന്നതായിരിക്കും. പക്ഷെ ജനങ്ങൾ പറയുന്നെങ്കിൽ അത് പറഞ്ഞോട്ടെ, അത് അവരുടെ വിലയിരുത്തലിന് വിധിയെഴുത്തിന് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നീന്തി അവർ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനം നിലയ്ക്കുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയും അവർ നമ്മുടെ ഒപ്പം എത്തുകയും ചിലപ്പോൾ അപ്പുറത്തോട്ട് കയറിപ്പോകാനും സാധ്യതയുണ്ട്. അത് വളരെ ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസം നമുക്ക് 10 ദിവസം മാത്രമാണുള്ളത്. എന്നെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അത് നല്ലതാണ്, കാരണം ദിവസം കുറച്ച് കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. പക്ഷെ എന്നാലും ശരി, ഉള്ള ദിവസം വളരെ ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം. ഒരു വലിയ പ്രചരണം അവർ പ്രചണ്ഡമായി കൊടുത്തു നോക്കി, മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചൊരു സ്ത്രീ വിഷയമോ അല്ലെങ്കിൽ സാമ്പത്തിക ആരോപണമോ അങ്ങനെയൊക്കെയാണല്ലോ ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നത്. അതൊന്നും പറയാൻ ഇല്ലാഞ്ഞിട്ടാണ് ഈ വികസന ഇല്ല എന്നൊരു പറച്ചിൽ. നമുക്ക് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് നിരന്തരം പറഞ്ഞ് ആ പറച്ചിലിനൊക്കെ ഇപ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇപ്പോൾ ചുറ്റുമലയിൽ കൂടെ പോകുമ്പോൾ അവിടെ ചുറ്റുമല മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിച്ചു, മണ്ണ് പരിശോധന നടക്കുകയാണ്. അപ്പോൾ അത് വെറുതെ ഒരു കല്ലിട്ടിട്ട് മാറിയതല്ല, അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തുള്ള പണിയിലേക്ക് കടക്കാത്തതാണ്. വരും ദിവസങ്ങളിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിക്കും. തൊട്ടടുത്ത തഴവ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം കല്ലിട്ടു, പണി ആരംഭിച്ചു. അവിടെ ചുറ്റുമതിലും കമാനവും നിർമ്മിച്ചു. ഇവിടെ ഹോമിയോ ആശുപത്രിക്ക് 50 ലക്ഷം രൂപ കൊടുത്തു. PHSCക്ക് 1 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കരത്തേരി ഗവൺമെൻറ് LP സ്കൂളിൽ 1 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണി പകുതിയോളം ആയി. തഴവ കൃഷിഭവൻ്റെ 50 ലക്ഷം രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ചു, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ ഞാൻ പിന്നെ ഗ്രാമീണ റോഡുകൾ നമ്മൾ വരുന്ന സമയത്ത് ഒട്ടുമിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. എല്ലാ റോഡുകളും പൂർത്തീകരിച്ചില്ലെങ്കിലും കുറേയേറെ റോഡുകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രതിപക്ഷ MLA എന്നുള്ള നിലയിൽ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആളുകളുമായിട്ടുള്ള അടുത്തുള്ള ഇടപഴക്കം, ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന, എല്ലാവരുമായും ഇടപഴകി പോകുന്ന ഒരു ജീവിതവും ഒരു കാഴ്ചപ്പാടും ഒരു സമീപനവുമാണ് എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രവർത്തന രംഗത്ത് ഉണ്ടാകണം. എനിക്കേറെ ആത്മബന്ധമുള്ള, എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, തിരിച്ചും എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നീരസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി ദൈവത്തെ വിചാരിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് സത്യസന്ധമായി ഹൃദയം കൊണ്ട് നമ്മുടെ വിജയത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. മനസ്സിൽ മഹേഷ് ജയിക്കും എന്നും പറഞ്ഞിരുന്നാൽ അത് ഫലവത്താകണമെന്നില്ല. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് കൺവെൻഷൻ വിളിച്ചു കൂട്ടണം, ബൂത്തിൽ ഇറങ്ങണം, വീടുകളിൽ കയറണം, ബന്ധുക്കളെ കാണണം, സുഹൃത്തുക്കളെ കാണണം, മഹേഷ് നോട്ട് ചെയ്യണം, UDFനെ വിജയിപ്പിക്കണം, 10 വർഷത്തെ ജനദ്രോഹ ഭരണം അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് പഞ്ചായത്ത് ഭരണമില്ല, ഇപ്പോൾ നമുക്ക് നഗരസഭയുണ്ട്, പഞ്ചായത്തുകളുണ്ട്. ഇവിടെ നേരിയ ഒരു കാലക്കേടിന് പോയി എന്നുള്ളത് ഒഴിച്ചാൽ ഒട്ടുമിക്ക പഞ്ചായത്തുകൾ നമുക്ക് കിട്ടി, ജില്ലാ പഞ്ചായത്തുകൾ നമുക്കുണ്ട്. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് നല്ല ശക്തിയുണ്ട്, പഴയതിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് മുതലാക്കിക്കൊണ്ടൊരു പ്രവർത്തനത്തിന് പങ്കുചേരണം.
നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണം, എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു.